السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇത് നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമുക്കറിയാം, ഷഹ്റുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസം എന്നറിയപ്പെട്ട മാസമാണ്. ഖുർആനിൻ്റെ മാസത്തിൽ ഖുർആനിൻ്റെ ആളുകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളെല്ലാവരും അഹ്ലുൽ ഖുർആനാണ് എന്ന് വിശ്വസിച്ചു പോരുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ ആ വിശ്വാസം എത്ര കണ്ട് സത്യസന്ധമാണ് എന്ന് വിലയിരുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തുന്നത്. എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ മാത്രമാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ അഹ്ലുൽ ഖുർആൻ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ലാത്ത പക്ഷം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറയുകയും എന്നാൽ ഖുർആനുമായി യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുന്ന അവസ്ഥയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മൾ മാറുവാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദറിലാണ് നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ആ ലൈലത്തുൽ ഖദർ വലിയ പുണ്യമുള്ള രാത്രിയാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രിയാണ് ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുവാനായി തെരഞ്ഞെടുത്ത സമയം ഏറ്റവും മഹത്വമുള്ള സമയമാണ് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് പഠിപ്പിച്ചത്. മാസങ്ങളുടെ കൂട്ടത്തിൽ വലിയ പുണ്യമുള്ള മാസമായ റമദാൻ, ആ റമദാനിനെയാണ് അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്കുള്ള വഴികാട്ടിയായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വഴികളെ കൂട്ടത്തിൽ തന്നെ ബയ്യിനാത്ത്, വ്യക്തതയുള്ള വഴിയായിക്കൊണ്ടാണ്. ഏതാണു ശരി ഏതാണു തെറ്റ് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചു തരുന്ന വഴിയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മുടെ കൈകളിലുള്ള ഖുർആൻ, ആ ഖുർആനിലേക്കൊന്നു മടങ്ങാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നതാണ് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടത്. നാളെ പിറ്റേന്ന് പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പരാതി പറയുന്നതും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി പറയും, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. വഖാല റസൂൽ, ആ ദൂതൻ അദ്ദേഹം പറയുകയും ചെയ്യും, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഒരു സമൂഹം, എൻ്റെ സമൂഹം, അവർ ഈ ഖുർആനിനെ സ്വീകരിച്ചത് മഹ്ജൂറായിക്കൊണ്ടാണ്, അഥവാ തിരസ്കരിക്കുന്നവരായിക്കൊണ്ടാണ് അതിനെ ഏറ്റെടുത്തത് എന്നാണ്. തിരസ്കരിക്കുന്നവരായിക്കൊണ്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഖുർആൻ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്നും ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ അലക്ഷ്യമായി കൊണ്ട് അവർ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അഹ്ലുൽ ഖുർആൻ ആയിക്കഴിഞ്ഞാൽ നമുക്കുള്ള മെച്ചം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട രാവ്, ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട മാസം, ഇതൊക്കെയാണ് ഖുർആനിനെ അവതരിപ്പിക്കുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് എങ്കിൽ ആ ഖുർആൻ കുടികൊള്ളുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുക മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകളെയാണ്. അപ്പോൾ ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, ഖുർആനിൻ്റെ വക്താക്കളാകുന്ന, അതല്ലെങ്കിൽ വക്താക്കളാണെന്ന് പറയുന്ന നമ്മൾ അതിൻ്റെ കൂടെ ഇല്ല എങ്കിൽ ആ ഖുർആൻ വഹിക്കാൻ മാത്രമുള്ള നന്മയോ ഗുണനിലവാരമോ നമ്മിൽ അല്ലാഹു കാണുന്നില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു മാജയും ഇമാം അഹ്മദും റഹിമഹുമുല്ലാഹു അജ്മഈൻ അവർ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. ഇന്ന ലില്ലാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്, അഹ്ലീന, ചില ആളുകളുണ്ട്, മിനൻ നാസ്, ജനങ്ങളിൽ നിന്നും ചില ആളുകളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. അവർ അല്ലാഹുവിൻ്റെ ആളുകളാണ്. അപ്പോൾ റസൂൽ തന്നോട് സഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, അല്ലാഹുവിൻ്റെ റസൂലെ, ആരാണ് അല്ലാഹുവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞത്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് അല്ലാഹുവിൻ്റെ ആളുകളെന്ന് ചോദിക്കുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ അഹ്ലുകാരാണ്. വ അഹ്ലുല്ലാഹി വ ഖാസതുഹു, അവർ അഹ്ലുല്ലാഹ്, അല്ലാഹുവിൻ്റെ ആളുകളാണവർ. മാത്രവുമല്ല ഖാസതുഹു, അല്ലാഹുവിൻ്റെ ഖാസത്തുകളുമാകുന്നു അവർ. ഖാസത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ മാത്രം ആളുകളാകുന്നു അവർ, അല്ലാഹുവിൻ്റെ സ്വന്തക്കാരാകുന്നു അവർ എന്നാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ സ്വന്തക്കാരനാകുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിൻ്റെ അഹിലുകാരനാകുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് നിർബന്ധമാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം മുനാവി റഹിമഹുല്ല പറയുന്നത് കാണാം, ഐ ഹഫളത്തുൽ ഖുർആനി
العاملون به هم أولياء الله المتخصصون به. അഥവാ അവർ വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകളാണ്. വൽ ആമിലൂന ബിഹി, ആ ഖുർആനിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമാണ്. ഹും ഔലിയാഉല്ലാഹ്, അവർ അല്ലാഹുവിൻ്റെ ഔലിയാക്കളാകുന്നു. അൽ മുഖ്തസ്സൂന ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അതിനു വേണ്ടി മാത്രമായി കൊണ്ട് തെരഞ്ഞെടുത്ത ആളുകളുമാകുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അഹ്ലുല്ലാ എന്ന് പറഞ്ഞത് ബൈത്തുല്ലാ എന്ന് പറഞ്ഞതുപോലെയാണ് എന്നാണ്. ബൈത്തുല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളികളാണ്. ആ പള്ളികളുടെ പ്രത്യേകത എന്താണ്? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹ്ക്ക് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മസാജിദുഹ, അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണെന്നാണ്. അള്ളാഹിൻ്റെ മസ്ജിദുകളാണ്. അവിടെ മറ്റു ചർച്ചകളൊന്നുമില്ല. അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണങ്ങൾ നടക്കുന്നു, അതിൻ്റെ പഠനങ്ങൾ നടത്തുന്നു, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാഖ്യാനമായിട്ടുള്ള തിരുസുന്നത്തിൻ്റെ പഠനങ്ങൾ നടത്തുന്നു. ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് പള്ളികളിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇടം പള്ളികളാണെന്ന് പറഞ്ഞത് എങ്കിൽ, അതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ് അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകൾ എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ കയറിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കയറിൽ ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഹബിലുല്ലാ എന്നാ പറഞ്ഞത്, ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത്. വഅതസിമു, നിങ്ങളെല്ലാവരും അവലംബിക്കേണ്ടത്, നിങ്ങളെല്ലാവരും പിടിക്കേണ്ടത് ഹബിലുല്ലാ, അത് ഖുർആനാകുന്നു എന്ന് പറയുമ്പോൾ ആ ഖുർആന് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ്. സഹാബിമാർ പറയാറുണ്ട്, അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോഴൊക്കെ ഞങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതാണ്. കാരണം നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായി കൊണ്ടുള്ള സംഭാഷണമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങളുടെ കാതുകൾ കൊതിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളത് ഞങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു എന്നതാണ്. ഒരു വിശ്വാസി അവന് ഈമാനിൻ്റെ ഹലാവത്ത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വാസമാണ്. വിശ്വാസത്തിന് നല്ലൊരു മധുരമുണ്ട്. ആ മധുരം ആസ്വദിക്കുവാൻ അവന് കഴിയണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധനയായി കൊണ്ട് പറഞ്ഞത് അൻ യകൂന അല്ലാഹ വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹുവും അവൻ്റെ റസൂലുമായിരിക്കണം എല്ലാത്തിനേക്കാളും അവന് ഏറ്റവും ഇഷ്ടമുള്ളവനായിട്ട്, ആ അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും ഇഷ്ടമുള്ളതായിട്ടൊന്നും പ്രപഞ്ചത്തിൽ പിന്നെ അവർക്ക് ഉണ്ടാവില്ല എന്നാണ്. നമ്മളൊരാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. അയാൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. അയാളുടെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി കാതുകൂർപ്പിച്ചിരിക്കുമെന്നത് സത്യമാണ്. ഏതു രാത്രിയിലാണെങ്കിലും അയാൾ വിളിക്കുമെന്ന് പറഞ്ഞാൽ ആ വിളിക്ക് കാതോർത്തിരിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും അള്ളാഹുവിനെയാണെന്ന് പറയുമ്പോൾ അത്തരം ആളുകൾക്കാണ് ഈമാനിൻ്റെ ഹലാവത്ത് ലഭിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ, താൻ സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ സ്രഷ്ടാവായ തനിക്ക് ജീവനും ജീവിതവും എല്ലാം നൽകിയ ആ റബ്ബിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ നമുക്കെത്ര കൊതിയുണ്ടാകാറുണ്ട്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം, എന്നോടുള്ള ഒന്നാമത്തെ ചോദ്യം. നമ്മൾ ഓരോരുത്തരോടുള്ള ഒന്നാമത്തെ ചോദ്യമാണ്. അഹ്ലുൽ ഖുർആൻ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം അതാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് റബ്ബാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആ റബ്ബിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ നമ്മുടെ കാതുകൾ കൊതിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ഖുർആനൊന്നും കേട്ടിട്ടില്ല, ഓതിയിട്ടില്ല, ഓതണ വിഷയമല്ല ചർച്ച, കേട്ടിട്ടില്ല.
എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാൻ്റെ വാക്ക് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന്? എനിക്കിന്ന് അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹ് പറയേണ്ടത് കേൾക്കാൻ എനിക്കിന്ന് സമയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ തിരക്കുണ്ടായിക്കോട്ടെ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചത് സത്യമാണെന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് ചോദ്യം. നമ്മെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മെ സന്ദർശിക്കുവാൻ വരുന്നു എന്നറിഞ്ഞാൽ എത്ര വലിയ തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മളത് ഒഴിവാക്കിയിട്ട് അയാൾക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ടല്ലോ. എന്നാൽ അള്ളാഹുവിനെ കേൾക്കുവാൻ വേണ്ടി നമ്മൾ എത്ര കണ്ട് സമയം ചെലവാക്കുന്നു എന്നുള്ളതാണ്. ഖുർആനിന്റെ പാരായണം കേൾക്കുക എന്നുള്ളത് കൂലിയുള്ള കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറയാറുണ്ടായിരുന്നു, ഇബ്നു മസ്ഊദ് അങ്ങ് ഓതുക, ഞാനൊന്ന് കേൾക്കട്ടെ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, നിങ്ങളല്ലേ ഞങ്ങൾക്ക് ഓതി തന്നത്, പിന്നെ ഞങ്ങളൊക്കെ നിങ്ങൾ എന്തിനാ ഖുർആൻ കേൾക്കണമെന്നാണ്. അപ്പം നബി പറയാണ്, ഇബ്നു മസ്ഊദ് നിങ്ങൾ ഓതി, ഞാനൊന്ന് കേൾക്കട്ടെ, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നും എങ്ങനെയാണോ ഖുർആൻ കേട്ട് ഓതി തന്നത് അത് കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഓത്ത് കേട്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ പ്രേരിപ്പിച്ചു ഖുർആൻ ഓത്ത് കേൾക്കാൻ. ഇത് മുജറദ് ഓത്താണ്. മുജറദ് ഓത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഖുർആൻ ക്ലാസ്സിൽ പോയിക്കാണ്ട് കേൾക്കണ ഓത്തിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞ ക്ലാസ്സോ അതൊന്നുമല്ല പറഞ്ഞത്. ഇന്ന് നമ്മളൊക്കെ കൈകളിൽ മൊബൈലുകളുണ്ട്. ആ മൊബൈലുകളിലൊക്കെ പീസ് റേഡിയോ ഉണ്ടാവും. ഇതിൽ ഈ ആപ്പ് മാനേജർ പറഞ്ഞ സാധനം ഉണ്ടാവും, ഒന്ന് എടുത്തു നോക്കിയതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്പ് ഏതാണെന്ന് അതിൽ കാണും. ചിലപ്പോൾ ഉണ്ടാവും പീസ് റേഡിയോ ഒക്കെ ഉണ്ടാവും, 2 മാസമായിട്ട് അനങ്ങണില്ല, നമുക്കിതാണ്ട് അൺഇൻസ്റ്റാൾ ചെയ്താലെന്ന് ചോദിച്ചു മൂപ്പര്. ഖുർആനിൻ്റെ ആപ്പ് ഉണ്ടാവും, പറയും കഴിഞ്ഞ 3 മാസമായിട്ട് ഇത് ഒരിക്കൽ പോലും തൊട്ട് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഇത് ഒരു വേസ്റ്റാണ് ഇതിൽ, അതുകൊണ്ട് ആ സ്ഥലം കണ്ട് ഒഴിവാക്കാൻ നല്ലത് അത് അൺഇൻസ്റ്റാൾ ചെയ്യല്ലേ എന്നാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് കാരണം, അത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റാഗ്രാം. നമ്മൾ എത്ര പ്രാവശ്യം നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് നമ്മുടെ മുഖം നോക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റിയ ആപ്പുകളുണ്ട്. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കിയാൽ മതി എത്ര പ്രാവശ്യം നമ്മൾ നോക്കേണ്ട ഒരു ദിവസം എന്നുള്ളത്. ദുനിയാവിലും ആഖിറത്തിലും ഒരു ഉപകാരമില്ലാത്ത സാധനം നോക്കിയിട്ടായിരിക്കേണ്ടത്. ഖസിറ ദുനിയാവല്ല ആഖിറ എന്ന് പറഞ്ഞില്ല, ഇത് പെട്ടാണ് അതൊക്കെ. ദുനിയാവിലും വല്ല ഉപകാരം ഉണ്ടോ? ഒരു ഉപകാരമില്ല. എന്നാൽ ആഖിറത്തിലും വല്ല ഉപകാരം ഉണ്ടോ? അതുമില്ല. നമ്മൾ നമ്മുടെ ഷെഡ്യൂൾ വീണ്ടും ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്ര മണിക്കൂർ ഖുർആൻ കേൾക്കാനുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്ര മണിക്കൂർ ഖുർആൻ പഠിക്കാനുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്ര മണിക്കൂർ ഖുർആൻ പഠിപ്പിക്കാനുള്ളതാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്താക്കണം, നമ്മളിങ്ങനെ കാര്യങ്ങളിങ്ങനെ വേർതിരിച്ച് വെക്കണം. മദീനത്തെ അങ്ങാടിയിൽ ഭയങ്കര വലിയ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖ്ർ ദൗസി എന്ന പേരിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു സഖ്ർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ അങ്ങാടിയിലേക്ക് ചെന്ന് ആളുകളോട് ചോദിച്ചു, അല്ലങ്ങേമരെ നിങ്ങളിപ്പോഴും ഇവിടെ ഇങ്ങനെ കച്ചവടം നടത്തിയിരിക്കുക, മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനന്തര സ്വത്ത് വീതിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവിടെ ചെല്ലുന്ന ആളുകൾക്കൊക്കെ അത് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറയുടെ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താ അബൂ ഹുറൈറ നിങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അനന്തര സ്വത്ത് പള്ളിക്കൽ വീതിക്കുന്നുണ്ടെന്നോ, പോണവർക്കൊക്കെ വെറുതെ കിട്ടുന്നുണ്ടെന്നോ? തമാശ അറിയാം, അല്ല, കാര്യമാണ്, നിങ്ങൾ ചെന്ന് നോക്കിയെന്നാണ്. ആളുകൾ കടയൊക്കെ പൂട്ടിക്കാണ്ട് പോയി അങ്ങാടിയിൽ എല്ലാ ഏർപ്പാടൊക്കെ നിർത്തിവെച്ചാണ്ട്, കാരണം ഫ്രീ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് വരുന്നിട്ടായാലും വേണ്ടില്ല വാങ്ങാന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. അത് സ്വത്ത് വെറുതെ കിട്ടാന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ, എല്ലാവരും ഓടിച്ചെന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അപ്പോഴും അവിടെ അങ്ങാടി തന്നെ നിൽക്കണം, ഉറപ്പാണ് ഇത് പോയതിനെക്കാട്ടി സ്പീഡിൽ തിരിച്ചു വരും എന്നുള്ളത്. എവിടെയാണ്
അവർ നബിയുടെ മസ്ജിദ് നബിയിൽ ചെന്നു, അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വന്നു. അതേപോലെ തന്നെ അബൂ ഹുറൈറ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ചോദിച്ചു, ആളെ കളിയാക്കല്ലല്ലോ എന്ന്. അവിടെ ആരും കണ്ടില്ലല്ലോ പറഞ്ഞു, സ്വത്തും കണ്ടില്ല, ഒന്നും കണ്ടില്ലല്ലോ എന്നാണ്. അവിടെയാണ് അബൂ ഹുറൈറ ചോദിക്കുന്നുണ്ട്, അവിടെ പള്ളിയിൽ കുറേ വയസ്സായ സഹാബിമാരെ കണ്ടു ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. എന്തോലെ പണി ചോദിച്ചു. ഒരു കുട്ടിക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നുണ്ട് പറഞ്ഞു. അത് കണ്ടില്ല ചോദിച്ചു. ആ ഉണ്ട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചു? ദിനാറും ദിർഹമാണെന്ന് വിചാരിച്ചോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിനാറും ദിർഹമുമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലിഹി. ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. തറക്തു ഫീകും അംറൈൻ, രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. അനന്തര സ്വത്തായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ആകെ വിട്ടേച്ചു പോയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കിതാബല്ലാഹ്, അള്ളാഹിൻ്റെ കിതാബാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളാണ്, ആ കിതാബുള്ളയുടെ വിശദീകരണങ്ങളാണ്. എന്നിട്ട് പറയുകയാണ്, അത് രണ്ടും ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിലനിർത്തുന്ന കാലഘട്ടമത്രയും ലൻ തളില്ലു, അവർ വഴിപിഴക്കുകയില്ല എന്ന് പറയുമ്പോൾ വഴിപിഴവിൻ്റെ ഒന്നാമത്തെ കാരണം ഖുർആനും സുന്നത്തും പഠിക്കുന്നിടത്ത് നിന്ന് മനുഷ്യൻ വിട്ടുനിന്നു എന്നതു തന്നെയാണ്. അതിന് ആദ്യം നമ്മൾ എന്താക്കണം? ഖുർആൻ ഒന്ന് കേട്ടിട്ട് നമ്മളെ കാതിനൊരു പദം വരാനുണ്ട്, നമ്മുടെ മനസ്സിലൊരു പദം വരാനുണ്ട്, നമ്മുടെ ശരീരത്തിലൊരു പദം വരാനുണ്ട്. ഇന്ന് മ്യൂസിക്കുകളും സംഗീതങ്ങളും കേട്ടു 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 കേട്ട് തലച്ചോറും ശരീരവും മനസ്സുമൊക്കെ എല്ലാം കടുത്തുപോയിട്ടുണ്ട്. ഇത് തമാശ പറഞ്ഞതല്ല. ഒരു മനുഷ്യനൊരു ഹറാമ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി പറയാ, ഒരു മനുഷ്യനൊരു ഹറാമ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കറുത്ത കുത്ത്, ഒരു കറുത്ത പാട് രേഖപ്പെടുത്തും. വീണ്ടും അവൻ ഹറാമുകൾ, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാടുകൾ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് ആ വർധനവ് അവസാനം അവൻ്റെ ഹൃദയം മൊത്തം കറുത്തു പോകുന്ന പറഞ്ഞത്. അതൊരു ആവരണമായി കൊണ്ട് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുത്തഫിഫീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ പറ്റും. കാര്യം അങ്ങനെയല്ല, അവിടെ ഹൃദയങ്ങളിലൊക്കെ ക്ലാവ് പിടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ക്ലാവ് പിടിക്കുക, നമുക്കറിയാം എന്താ ക്ലാവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ, ചെമ്പും അതുപോലെ തന്നെയുള്ള ലോഹങ്ങളൊക്കെ ഉപയോഗിക്കാതെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു പച്ച കളറിൽ ഒരു സാധനം ഇങ്ങനെ പിടിക്കും, അതിൻ്റെ ക്ലാവ് എന്ന് പറയാം. ഉപയോഗിക്കാതെ ഒരു ഇരുമ്പിൻ്റെ വസ്തു എടുത്തു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തുരുമ്പ് വന്ന് പിടിച്ചു പോകും, അതിനാണ് ക്ലാവ് എന്ന് പറയാം. അതുപോലെ ഹൃദയങ്ങൾ ക്ലാവ് പിടിച്ചു പോയിട്ടുണ്ട് എന്നാണ്. അവർ സമ്പാദിക്കുന്നത് കാരണത്താൽ. എന്താ അവർ സമ്പാദിച്ചത്? തിന്മകളാണ്. ആ തിന്മകൾ സമ്പാദിക്കുന്നത് കാരണത്താൽ ഹൃദയത്തിന് ഇങ്ങനെ ക്ലാവ് പിടിച്ചു മൊത്തം കറുത്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൽ കാണാം, പിന്നെ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഫിൽ കൊണ്ട് പൂട്ടിടും എന്നാണ്. കുഫിൽ പറഞ്ഞാൽ പൂട്ടാണ്. പൂട്ടിട്ടക്കാണ്ട് താഴിട്ടക്കാണ്ട് അത് പൂട്ടിയേക്കുന്നതാണ്. ആ പൂട്ട് പൊട്ടൽ കുറച്ചൊരു പണിയാണ്. ആ പൂട്ടും കൂടെ ഇടപെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഏത് ഖുർആൻ ക്ലാസ് പോയിരുന്നിട്ടും ഏത് വയലിട്ടിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ അങ്ങനെ പോവാന്നല്ലാതെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു മാറ്റമോ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു സ്വാധീനം ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ വല്ല പൂട്ടും നമ്മുടെ ഹൃദയത്തിന് വീണിട്ടുണ്ടോ എന്നുണ്ട്. സഹോദരന്മാരെ, ഈ തിന്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വലിയ കല്ലുകളിൽ പോലും അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹജറുൽ അസ്വദ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹജറുൽ അസ്വദ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്വദ്ദത്ത് എന്നാണ്. ഇസ്വദ്ദത്ത് ഖതായ ബനി ആദം. ആ ഹജറുൽ അസ്വദിനെ കറുത്ത നിറമാക്കി കളഞ്ഞത് ആദം സന്തതികളുടെ തിന്മകളാകുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജറുൽ അസ്വദിനെ ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയത്ത് പാൽ വെള്ള നിറത്തിലുള്ള വെള്ളാരങ്കല്ലായിരുന്നു. തെറ്റു ചെയ്യുന്ന ഓരോ മനുഷ്യനും അതിൽ ചെന്ന് മുത്തുമ്പോൾ അവൻ്റെ തെറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കറുപ്പ്, ആ കല്ലിൽ ഫലിച്ച് 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 അവസാനം അത് കരിങ്കല്ല് പോലെ നിറമായി മാറി. അല്ലാഹു റസൂല പറഞ്ഞത് ഇസ്വദ്ദത്ത് ഖതായ ബനി ആദം. ആദം സന്തതികളുടെ തിന്മകളാണ് ഹജറുൽ അസ്വദിനെ കറുപ്പിച്ചതെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം കറുത്തു പോകുക എന്ന് പറയുന്ന ഒരു അത്ഭുതമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഹജറുൽ അസ്വദ് എന്ന്.
ഓരോ സംഗീതം കേൾക്കുമ്പോഴും ഓരോ റീൽസ് നമ്മൾ കാണുമ്പോഴും, എന്താ റീൽസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ പേര് ഉള്ളത്? കുറേ ഉടുത്തത് വെച്ചിട്ട പെണ്ണുങ്ങളുണ്ടാവും, കുറേ ഹറാമുകൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്താക്കുക മണിക്കൂറുകൾ ഇങ്ങനെ നോക്കിയിരിക്കണം. ഇതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് മുനാവി റഹിമഹുല്ല പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അഹ്ലുൽ ഖുർആൻ എന്നുള്ളത് അള്ളാന്റെ പ്രയോഗം, അഹ്ലുൽ ഖുർആൻ എന്ന അള്ളാന്റെ പ്രയോഗം ബൈത്തുല്ലാ എന്ന അള്ളാഹുവിന്റെ പ്രയോഗം പോലെ തന്നെയാണ്. അപ്പൊ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമാകണം. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധാകണം. കാരണം ഹൃദയത്തിനാണ് ഇത് ആദ്യം ഏറ്റെടുക്കാനുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ഫിൽ ജസദി മുദ്ഗത്തുൻ, അല അറിയുക, ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡത്തിന്റെ പ്രത്യേകത ഇദാ സ്വലുഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ആ മാംസപിണ്ഡം നന്നായി കഴിഞ്ഞാൽ ശരീരം മൊത്തം നന്നായി. ആ മാംസപിണ്ഡം കേടുവന്നു കഴിഞ്ഞാൽ ശരീരം മൊത്തം കേടുവന്നു. അറിയുക, അല വഹിയൽ ഖൽബു, അത് ഹൃദയമാകുന്നു, അതാകുന്നു ഹൃദയമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയ വിശുദ്ധിയുണ്ടാകണമെങ്കിൽ അത് ഹൃദയം ഒന്ന് ക്ലീനാക്കണം. ആ ക്ലീനിങ്ങിൻ്റെ പണിയാണ് തൗബയിലൂടെ നടക്കേണ്ടത്. ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തിന്മകൾ നമ്മിൽ നിന്നും ഇല്ലാതെയായിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാവുകളിൽ നിന്നും ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട ദിക്ർ ഇസ്തിഗ്ഫാറിൻ്റെ ദിക്റുകളാണ്. ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്ത മുഹമ്മദ് നബി ഒരു ദിവസം ചുരുങ്ങിയത് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര ചെയ്യേണ്ടി വരും? തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല റോട്ടുമൊക്കെ ഇറങ്ങേണ്ടത്, പക്ഷെ കാണുന്നതൊക്കെ തെറ്റാണ്. കാണുന്നതും നോക്കുന്നതൊക്കെ ഹറാമിലേക്കാണ്, വിചാരിച്ചിട്ടല്ല. കേൾക്കുന്നത് ഹറാമായ വാർത്തകളാണ്, അനുഭവിക്കേണ്ടി വരുന്നത് ഹറാമുകളാണ്. എന്നിട്ടും യാതൊരു മനസ്താപവുമില്ലാതെ നമുക്ക് ഒരു ഇസ്തിഗ്ഫാർ പോലും അറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അഹ്ലുൽ ഖുർആൻ ആകുക? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت എന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുവാൻ എനിക്ക് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചോളി. ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിലെ നേതാവ് എന്നാ പറഞ്ഞു. രാവിലെ ചൊല്ലി അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരത്തിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം തരാമെന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞതാണ്. അള്ളാഹ് സ്വർഗം തരും എന്ന് പറഞ്ഞാണ്. നമുക്ക് വിശ്വാസമായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് വിശ്വാസമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മളിത് ചെല്ലിയോ എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു നോക്കുക. അപ്പം മനസ്സിലാവും നമ്മൾ അഹ്ലുൽ ഖുർആനാണോ അല്ല എന്നുള്ളത്. മഹാനായ അൽ ഹക്കീം തുർമുദി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഇന്നമാ യകൂനു ഹാദാ ഫീ ഖാരിഇൻ ഇൻതഫഅ അൻഹു ജൂറു ഖൽബിഹി വദഹബത് ജിനായതു നഫ്സിഹി വലൈസത് മിൻ അഹ്ലിഹി ഇല്ലാ മൻ തതഖറ മിനദ് ദുനൂബി ളാഹിറൻ വബാതിനൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ആ പാരായണം ചെയ്തതിൻ്റെ ഭാഗമായി കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പകയും വിദ്വേഷവും പോക്കിരിത്തരങ്ങളൊക്കെ ഇല്ലാതെയായി, അതിൻ്റെ ഭാഗമായി അവൻ്റെ ശരീരം കൊണ്ട് അവൻ ചെയ്യുന്ന തിന്മകൾ ഇല്ലാതെയായി. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ കഴിയുന്ന ആളുകളാണ് അഹ്ലുൽ ഖുർആൻ്റെ ആളുകൾ എന്നാണ്. അല്ലാതെ ഖുർആൻ കയ്യിലുണ്ടായിട്ടും മൊബൈലിലുണ്ടായിട്ടും അതൊന്ന് വായിക്കാനോ പഠിക്കാനോ ഓതി നോക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സമയം കിട്ടാതെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാതെ ജീവിക്കുമ്പോൾ അഹ്ലുൽ ഖുർആനാണെന്ന് പറയാൻ പറ്റൂല എന്ന്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 121-ാമത്തെ ആയത്ത്, الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به. അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, അല്ലദീന ഒരു കൂട്ടം ആളുകൾ. അവരുടെ പ്രത്യേകത എന്താണ്?
ആതൈനാഹുമുൽ കിതാബ്, വിശുദ്ധ വേദഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ നാം അവർക്ക് നൽകിയിരിക്കുന്നു. യത്ലൂനഹു, അതിനവർ പാരായണം ചെയ്യുന്നു. ഹഖ്ക തിലാവതിഹി, പാരായണം ചെയ്യേണ്ട മുറപ്രകാരം അവർ അതിനെ പാരായണം ചെയ്യുന്നു. ഉലൈക യുഅ്മിനൂന ബിഹി, ഉലൈക അക്കൂട്ടരാകുന്നു യുഅ്മിനൂന ബിഹി, ആ ഖുർആനിൽ വിശ്വസിക്കുന്നവർ. അപ്പൊ ഹഖ്ക തിലാവത്തിഹി, ഖുർആൻ പാരായണം ചെയ്യേണ്ട മുറപ്രകാരം എന്നാ പറഞ്ഞത്. ഖുർആൻ പാരായണം ചെയ്യേണ്ട മുറപ്രകാരം എന്ന് പറയുമ്പോൾ ഖുർആനിന് 3 തരത്തിലുള്ള പാരായണങ്ങളുണ്ട്. ആ 3 പാരായണവും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. എങ്കിലേ ഹഖ്ക തിലാവത്തിഹിൽ നമ്മൾ പെടുള്ളൂ. അപ്പോഴാണ് ഖുർആനിൽ വിശ്വസിച്ചവരായി നമ്മൾ മാറുള്ളൂ. 3 പാരായണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ പാരായണം തിലാവത്തുൽ ലഫ്ളി, അഥവാ അതിൻ്റെ പദപാരായണമാണ്. ഖുർആനിൻ്റെ പദപാരായണമാണ്. പദപാരായണം എന്ന് പറയുമ്പോൾ ഖുർആന് നോക്കിക്കൊണ്ട് ഓതുക, അതുപോലെ തന്നെ കാണാതെ പഠിച്ചത് അങ്ങനെ ഓതുക, അതാണ് പദപാരായണം എന്ന് പറയുന്നത്. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 30 കൂലി മിനിമം. യാസീൻ എന്ന് ഓതുമ്പോൾ മിനിമം 20 കൂലി. താഹ എന്നോതിയപ്പോൾ 20 കൂലി മിനിമം. ഇനി അതിൽ കൂടുതൽ എത്രയാണ് അള്ളാഹ് തരാൻ ഉദ്ദേശിക്കേണ്ടത് വെച്ചാൽ അത് അള്ളാഹ് വേറെ തരും. ഇങ്ങനെ ഖുർആനിൻ്റെ പദങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ടവരാണ് നമ്മൾ. അഹ്ലുൽ ഖുർആനാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ല, അല്ലാഹു റസൂൽ പറയാണ്, 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും അവൻ ഖുർആൻ പരിപൂർണമായും ഒരു പ്രാവശ്യം പാരായണം നടത്തിയിട്ടുണ്ടാവുന്നതാണ്. ജീവിതത്തിൽ ഏറ്റവും തിരക്കുടിച്ചവൻക്കാണ് 40 ദിവസം. ആർക്കല്ല, സാധാരണക്കാരനല്ല. ജീവിതത്തിൽ ഏറ്റവും തിരക്ക് പിടിച്ച മനുഷ്യൻ, ഞാൻ അയാളെക്കാളും വേറെ തിരക്കുണ്ടാകാൻ പാടില്ല. അയാൾ 40 ദിവസത്തിൽ ഒരു വട്ടം ഖുർആൻ പരിപൂർണമായും പദപാരായണം നടത്തിയിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ 40 ദിവസം കൊണ്ട് ഒരാൾ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ അവൻ ഈ കൂട്ടത്തിൽ പെട്ടതല്ല എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇമാം ബുഖാരി ധരിച്ച ഹദീസ് കാണാം, 30 ദിവസത്തിൽ ഒരിക്കൽ ഖുർആൻ പാരായണം ചെയ്ത് തീർത്തോളം എന്നാണ്. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കൈയുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് തിരക്ക് പറയണ്ടാവും. ഇമാം ബുഖാരി ധരിച്ച ഹദീസിൽ ബുഖാരി ഇമാം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, അഖ്ലാഖു ഹംലത്തുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ബുഖാരിയുടെ ഹദീസാണ്. അലാമൻ അറാദ അൻ യകൂന ലഹു ഹള്ളുൻ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലിൽ ഖുർആൻ ഇന്നഹും അഹ്ലുല്ലാഹി വഖാസതിഹി അല്ലാ യഖ്തിമൽ ഖുർആന ഫി അക്സരി മിൻ ശഹർ. അള്ളാഹുവിൻ്റെ ഖാസത്തുകളിൽപ്പെട്ട അഥവാ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരിൽപ്പെട്ട അഹ്ലുൽ ഖുർആനിൽ ഒരാൾ പഠണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തതായ മഹാ പ്രതിഫലത്തിൽ നിന്നും വല്ല ഓഹരിയും ഒരാൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഓരോ മാസത്തിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യം ഖുർആൻ പരിപൂർണമായി ഓതണം. ഓരോ മാസവും ഖുർആൻ ഒരു പ്രാവശ്യം പരിപൂർണമായിട്ട് ഓതണം എന്നാണ്. ഇമാം ബുഖാരി ധരിച്ച് കാണാം, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഅൽ ഖുർആന ഫീ കുല്ലി ശഹർ. എല്ലാ മാസവും നീ ഖുർആൻ പരിപൂർണമായി ഒരു പ്രാവശ്യം ഓതി തീർക്കുക. അപ്പോൾ അബ്ദുള്ള പറയണം, ഖാല ഇന്നി ഉതീഖു അക്സർ, നബിയെ അതിനേക്കാളും കൂടുതൽ എന്നെ കൊണ്ട് കഴിയും. ഒരു മാസം കൊണ്ട് ഒരു പ്രാവശ്യം അല്ല, അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഖുർആൻ ഓതി തീർക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വീണ്ടും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ 3 ദിവസത്തിൽ ഒരിക്കൽ എന്താക്കണം, 30 ജുസ് ഓതി തീർക്കണം എന്നാണ്. ഒരു മാസം ഒന്നും എനിക്ക് വേണ്ട നബിയെ, എനിക്ക് ഇഞ്ഞും കുറച്ചേരി എന്ന് പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞത്
3 ദിവസത്തിലൊരിക്കൽ നീ ഖുർആൻ നീ പരിപൂർണമായി ഓതി തീർക്കണം എന്നാണ്. റമദാനിലിപ്പോൾ ആദ്യത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10 പൗതിയാകാനായി. എത്ര ഖത്തം തീർന്നിട്ടുണ്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 3 ഖത്തം തീരേണ്ട നേരം കഴിഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ കണക്കാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ അഹ്ലുൽ ഖുർആനാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, الصحيح عندهم في حديث عبد الله بن عمرو أنه انتهى به النبي صلى الله عليه وسلم إلى 7 كما أنه أمره بابتداء بقراءته في الشهر فجعل الحد ما بين الشهر إلى الأسبوع. എന്നാൽ ഇബ്നു അംറിൽ നിന്നും അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസ് മറ്റു ചില സഹീഹായ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും 3 ദിവസം എന്നതിന് പകരം അതിലുള്ളത് 7 ദിവസം എന്നാണ്. നബി ആദ്യം എന്ത് പറഞ്ഞു? ഒരു മാസത്തിലൊരിക്കൽ എന്ന് പറഞ്ഞു. നബിനോട് പറഞ്ഞു അതിനേക്കാളും കൂടുതൽ കഴിയുമെന്ന് പറഞ്ഞു. അപ്പം നബി വീണ്ടും കുറച്ചു. അവസാനം 7 ദിവസം കൊണ്ട് നീ ഖുർആൻ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് പറയണം, അന്നൽ അഫ്ളല അൻ യഖ്തിമൽ ഖുർആന ഫീമാ ബൈനൽ ഉസ്ബൂഇ ഇല അശ്ശഹർ. ഏറ്റവും അഫ്ളൽ ഒരാൾ ഖത്തം തീർക്കുകയാണെങ്കിൽ ഏറ്റവും അഫ്ളൽ 7 ദിവസം മുതൽ 30 ദിവസത്തിൻ്റെ ഇടയ്ക്ക് അയാൾ എന്തായിക്കൊള്ളണം? ഒരു ഖത്തം തീർത്തുകൊണ്ടിരിക്കണം എന്നാണ്. അഹ്ലുൽ ഖുർആൻ ആകാനുള്ള ഒന്നാമത്തെ യോഗ്യത ഈ പറയേണ്ടത്. ഇത് പദപാരായണം മാത്രമാണ്, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കൽ മാത്രമാണ്. وينبغي ألا يمر عليه يوم إلا وهو ينظر في مصحفه. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അവനിൽ നിന്നും കടന്നു പോകാൻ പാടില്ല. ഇല്ലാ യൻദുറ ഫി മുസ്ഹഫിഹി, അവൻ്റെ മുസ്ഹഫിൽ നോക്കിയിട്ടല്ലാതെ എന്നാണ്. നമുക്ക് സ്വന്തമായിട്ട് മുസ്ഹഫ് ഉണ്ടോ? അതാണ് അടുത്ത ചർച്ച. മൊബൈലിലുണ്ടല്ലോ ഉസ്താദ് എന്നിട്ട് കാര്യമില്ല. മൊബൈലിൽ വേറെ ഉണ്ട്, അത് മുസ്ഹഫ് എന്നതിന് പറയില്ല. അതുകൊണ്ട് മൊബൈൽ ശുദ്ധിയില്ലാത്തവനക്കും തൊടാൻ പറ്റും, ഒരു പ്രശ്നമില്ല. മുസ്ഹഫ് വേറെ തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു മുസ്ഹഫ് ഉണ്ടോയെന്നുള്ളതാണ്. ഒരു മകന് അല്ലെങ്കിൽ ഒരു മകൾക്ക് ബാപ്പയുടെ സ്വത്തിൽ നിന്നും ബാപ്പയുടെ കാലശേഷം അല്ലെങ്കിൽ ഉമ്മയുടെ സ്വത്തിൽ നിന്നും ഉമ്മയുടെ കാലശേഷം ലഭിക്കാവുന്ന ഏറ്റവും മുന്തിയ മുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാപ്പ ജീവിതത്തിൽ ഓതിക്കൊണ്ടിരുന്ന ഖുർആനാണെന്നാണ്, അല്ലെങ്കിൽ ഉമ്മ ജീവിതത്തിൽ ഓതിക്കൊണ്ടിരുന്ന ഖുർആനാണെന്നാണ്. നമുക്ക് തീരെ വേണ്ടാത്തതുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വീതിച്ചു പോയാലും ആ ഖുർആൻ ആ മൂലക്കൽ അവിടെ കിടക്കുന്നുണ്ടാവും. അത് തിരിഞ്ഞു നോക്കാനൊരു മനുഷ്യൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പോഴൊക്കെ ഒന്ന് വേണമെന്ന് പോയിക്കാണ്ട് തുറന്നു നോക്കിയാൽ ബാപ്പ കുടിച്ച ഗുളികൻ്റെ ലിസ്റ്റൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. കാരണം അത് ബാപ്പ മരിച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ടില്ല. അവനാൻ്റെ തുറക്കാൻ നേരമില്ലാത്തവൻ എങ്ങനെ ബാപ്പാൻ്റെ തുറക്കാൻ നിൽക്കുന്നുണ്ടെന്നുള്ള. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും അങ്ങനത്തെ ഉണ്ടാകാൻ പാടില്ല. അതായത് ഖുർആൻ കണ്ണുകൊണ്ട് കാണാത്ത നോക്കാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് അഹ്ലുൽ ഖുർആൻ്റെ മറ്റൊരു സിഫത്ത്. എന്നും മുസ്ഹഫ് എടുത്ത് ഓതുന്ന പോലെയാണ് അവരെന്ന്. അത് നമ്മുടെ പള്ളികളിൽ നമുക്ക് ഓതാനുണ്ട്, നമ്മുടെ വീടുകളിൽ നമുക്ക് ഓതാനുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ഓതാനുണ്ട്. പള്ളികളിൽ ഓതുമ്പോൾ പള്ളിക്കത്തുള്ള ബറക്കത്ത് നമുക്ക് കിട്ടും. വീടുകളിൽ ഓതുമ്പോൾ ഖുർആനിൻ്റെ ബറക്കത്ത് നമ്മളെ വീട്ടിൽ കിട്ടും. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിൻ്റെ ബറക്കത്ത് വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വീണ്ടും പറയുന്നത് കാണാം, ഫഇദാ ഖറഅതൽ ഖുർആന ഫജ്തഹിദ് ഫീഹി. നീ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ആ ഓതുന്നതുമായി കൊണ്ട് നീ ഇജ്തിഹാദ് ചെയ്യുക, നീ കണിഞ്ഞ് പരിശ്രമിച്ച് നിന്റെ ജീവിതത്തെ നിലനിർത്താൻ നോക്കാന്ന് പറഞ്ഞത്. എങ്ങനെയാണത്? കഅൻ തഖ്തിമഹു മസലൻ കുല്ല 5 അയ്യാമിൻ. ഓരോ 5 ദിവസം കൂടുമ്പോൾ നീ അതിനെ ഖത്തം തീർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം 6 ജുസ്. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 20 പേജേ ഉള്ളൂ. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 20 പേജേ ഉള്ളൂ. വീണ്ടും പറയാം, വഫീ കുല്ലി 3 അയ്യാം, അല്ലെങ്കിൽ ഓരോ 3 ദിവസം കൂടുമ്പോൾ തീർക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ തീർക്കുക. വൽ അഫ്ളലു ലിൽ ഇൻസാനി അൻ യജ്അല ലഹു ഹിസ്ബൻ.
യൗമിയൻ യഖ്റഅഹു ബഅദൽ ഇശാഇ ഔ ബഅദൽ ഫജ്രി ഔ ബഅദൽ അസ്രി വഹകദ. നമുക്ക് നമ്മുടെ വിർദിൻ്റെ ഭാഗമായി, വിർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വന്തം നിലക്ക് ചെല്ലുന്ന ദിക്റുകളാണ്. ആ ദിക്റുകളുടെ ഭാഗമായി കൊണ്ട് ഖുർആനിൽ നിന്നും ഒരു ഹിസ്ബ് എന്നും ഉണ്ടാകണം എന്നാണ്. ഖുർആനിൽ നിന്നും എന്നൊരു ഹിസ്ബ് ഉണ്ടാകണം. ഒന്നുകിൽ അത് ഫജ്റിൻ്റെ ശേഷം ഇരുന്ന് ഓതുക, അതല്ലെങ്കിൽ അത് അസറിൻ്റെ ശേഷം ഇരുന്ന് ഓതുക, അതുമല്ല എങ്കിൽ ഇഷായിൻ്റെ ശേഷം ഇരുന്ന് ഓതുക എന്ന് പറഞ്ഞത്. അപ്പം ഒരു തിരക്കുണ്ടാവില്ല. ഫജ്റിന് ചിലപ്പോൾ ജോലിക്ക് പോകേണ്ട തിരക്കുണ്ടാവും, അപ്പോൾ ഓതാൻ കഴിഞ്ഞില്ല തരും. അസറിൻ്റെ നേരത്തെ ഇപ്പം പറഞ്ഞ ജോലി കഴിഞ്ഞ് വരുന്ന തിരക്കേ കാരണം ഇഷായിൻ്റെ എന്തായാലും പെരി കുത്തിറക്കണതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ആ രൂപത്തിൽ ഖുർആനിനെ നമ്മൾ കൊണ്ടുപോകാൻ കഴിയണം. എന്നിട്ട് പറയാം, ലാ ബുദ്ദ അൻ തബ്ഖ മഅക ആസാറു ഹാദൽ ഖുർആൻ. നിന്റെ കൂടെ ഖുർആനിൻ്റെ അസറുകൾ, സ്വാധീനം എപ്പോഴും എന്നും അവശേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫതജിദു ലഹു ലദ്ദത്തുൻ വഹലാവത്തുൻ വത്വലാവത്തുൻ. അങ്ങനെ വരുമ്പോഴാണ് ആ ആസ്വാദനം, ഈമാൻ്റെ ഒരു ആസ്വാദനം എന്ന് പറഞ്ഞല്ലോ, ആസ്വാദനം നമുക്ക് കിട്ടി തുടങ്ങുള്ളൂ. അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള അതിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കുള്ളൂ. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ മനസ്സുകൾക്ക് കിട്ടേണ്ട ഒരു വസന്തമുണ്ട്, ആ വസന്തം അപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ വഹുന ലം തമുല്ലു മിൻ ഇസ്തിമാഇഹി. അപ്പോൾ ഖുർആൻ കേൾക്കുമ്പോൾ പിന്നെന്താ തുടങ്ങൂല, ഒരു മടുപ്പ് തോന്നൂല. മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ ഇങ്ങോട്ട് ഓതാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം എവിടുന്നാണ് ഉറക്കം വരുന്നത് ഒരു പിടുത്തുണ്ടാവില്ല. നോക്കിയനി മുസാഫ് ചില മനുഷ്യന്മാരെ കഴിക്കുന്നകൾ കൊയിഞ്ഞാടി ഉണ്ടാവും. എന്താ കാരണം അങ്ങനെ ഇരുന്നങ്ങാണ്ട് ഓതി തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ എപ്പോഴും ഉറങ്ങിയതെന്ന് അറിയില്ല, എന്താ ചൊല്ലുണ്ടെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ കഴിക്കുന്നത് വീണപ്പോഴാണ് എന്താ അറിയേണ്ടത്, കഴിക്കുന്ന ഖുർആൻ വീണല്ല പഠിച്ചാൽ ഞാൻ ഉറങ്ങിയതിന് ഇതുവരെ. എന്നിട്ട് നമ്മൾ പറയാം നമ്മൾ അഹ്ലുൽ ഖുർആനാണെന്ന്. എന്തേ കാരണം, അതിങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന്, അതിലൊരു ആസ്വാദനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഞങ്ങൾ ജാമ്യൽ ഇന്ത്യയിൽ ഇപ്പോൾ ഹിഫ്ദിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഹിഫ്ദാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് കണ്ടുണ്ടാവും. 30 ജുസ് ഓതി അവന് ഒരു പ്രാവശ്യം എന്താണ്ട് ഉസ്താദിനെ കേൾപ്പിച്ചു എന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഹിഫ്ദ് പക്കയായിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി ചെയ്യണ പണി സുബഹി മുതലൊന്ന് ഓതാൻ തുടങ്ങും ഉസ്താദിൻ്റെ മുമ്പിൽ. മഗ്രിബ് ആകുമ്പോഴത്തേന് 30 ജുസും ഓതിയെടുത്ത് തീർക്കും. അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങണില്ല, അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വരുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് അവന് ചായ എടുക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ടും സുബഹി മുതലാണ് തുടങ്ങിക്കഴിഞ്ഞാൽ മഗ്രിബോട് കൂടി 30 ജുസ് നമ്മുടെ മക്കൾക്ക് ഓതാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഒരേ സ്വരത്തിൽ ഇരുന്നാണ്ട് ഓതി കേൾപ്പിച്ച് കഴിഞ്ഞാൽ പറയാം ഞാൻ ഹാഫിളായിട്ടുണ്ട് എന്നപ്പം പറയും. അതിൻ്റെ ഇടയ്ക്ക് ഒരു തെറ്റ് പറ്റാൻ പറ്റൂല. ആ നിലയ്ക്ക് നമ്മുടെ മക്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഏത് പ്രായത 12 വയസ്സ് അതിൻ്റെ മേൽക്ക് അത്രേ ഉള്ളൂ. ഈ പ്രായത്തിൽ ഇങ്ങനെ ഓതാൻ കഴിയുന്ന മക്കളുണ്ട് എങ്കിൽ നമുക്ക് പഠിച്ചവനോട് എന്തെങ്കിലും മറുപടി അറിയാൻ പറ്റുമോ? എനിക്ക് തിരക്കുണ്ടേനിന്ന്, എന്താ തിരക്കൊണ്ട് എനിക്ക് ഓതാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമെന്ന്. നമ്മളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സാധനം വരും. അപ്പോൾ നമ്മൾ മാഷാ അല്ലാഹ് നടിയിൽ എന്താക്കും ചെയ്യും, സ്റ്റിക്കർ ഇടും ചെയ്യും. ആ മാഷാ അല്ലാഹ് ഇട്ടത് എനിക്കും നിങ്ങൾക്ക് എതിരിലാണെന്നുള്ള നമുക്ക് ഓർമ്മ ഉണ്ടായില്ല. എന്താ കാരണം, ഇതാ നിന്റെ സമുദായത്തിലെ നിന്റെ കുടുംബത്തിലെ നിനക്കറിയുന്ന ഒരു ചെറിയ പൈതലാണ് എന്താക്കേണ്ടത്, ഒരു ദിവസം സുബഹി മുതൽ അസർ വരെ ഇരുന്ന കണ്ട് 30 ജുസ് കാണാതെ ഓതിയതുണ്ടെങ്കിൽ എനിക്ക് എന്തേ ഇനി കഴിയൂലേ എന്നാണ് ചോദ്യം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എന്നോട് ചോദിച്ച ചോദ്യമാണ്, നമ്മളോട് ഓരോരുത്തരോടും ചോദിച്ച ചോദ്യമാണ്. നമ്മളപ്പോഴും പറയേണ്ടത് എന്താ, ഒരാഴ്ച കൊണ്ട് ജ്യൂസ് ഒരാഴ്ച കൊണ്ട് ഖത്തം തീർക്കുക, എന്തപ്പോൾ നിങ്ങൾ ഈ പറയേണ്ടതെന്നാണ്. ഒരാഴ്ച കൊണ്ട് ഖത്തം തീർക്കുകയെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം. എന്നിട്ട് വീണ്ടും പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, കേൾക്കുന്നതിൽ മാത്രമല്ല ഓതാനും മടുപ്പ് തോന്നൂല. അപ്പം നമുക്ക് ഓത്തിലും മടുപ്പ് വരുന്നുണ്ട്, കേൾക്കുന്നതിലും മടുപ്പ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയം മുഴുവൻ തിന്മ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്, തലച്ചോറ് മുഴുവനും ശൈത്താൻ്റെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഓതി 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 ശരിയാകല്ലാതെ നിർവാഹമില്ല. നിർബന്ധമായിട്ട് ടൈം വെച്ചിട്ട് ഓതി ഉണ്ടാക്കുക, അതിൻ്റെ മാർഗമുള്ളൂ.
എന്നിട്ട് ഇങ്ങനെ ഓരോ മാസം തുടക്കത്തിലേക്ക് ഒരു 40 ദിവസം കൊണ്ട് ഖത്തം തീർക്കുമെങ്കിൽ പിന്നെ അതൊരു മാസം കൊണ്ടായിത്തീരും, പിന്നെ അതൊരു ആഴ്ച കൊണ്ടായിത്തീരും, ഒന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതിന് ഭയങ്കര ആസ്വാദനമായിക്കാറ്. ഫേസ്ബുക്ക് നോക്കാൻ നേരം ഉണ്ടാവില്ല എന്ന്, വാട്സപ്പിൽ നോക്കാൻ നേരം ഉണ്ടാവില്ല എന്ന്. എന്താ ഇപ്പോൾ വാട്സപ്പിൽ ഫേസ്ബുക്ക് നോക്കിയിട്ട് കിട്ടാനുള്ള എന്താ? പണ്ട് പഠിച്ച ഏതോ ഒരു ബാച്ചിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിലില്ലാത്ത ഒരു വർത്താനം ഉണ്ടാവില്ല. എന്നിട്ട് ഇതിങ്ങനെ കണ്ടു തന്ന് ചിരിച്ചലാണ് പണി. ആ ചിരി മുഴുവൻ നരകത്തിലേക്കാണ് എന്നുള്ള ചിന്ത പോലും ഇല്ല. അവിടെയാണ് അയിമെന്നൊക്കെ വിട്ടിട്ട് നേരെന്താണ് ഇതിലേക്കിട്ട് വരണം. ഇത് ഒന്നാമത്തെ മാത്രം വിഷയം പറഞ്ഞത്. തിലാവത്ത് ഏത് തിലാവത്ത്? തിലാവത്തുൽ ലഫ്ദ്. ഇനി രണ്ടാമത്തെ തിലാവത്തുണ്ട്, തിലാവത്തുൽ മഅനവി, അർത്ഥപാരായണം. അത് ഇതിൻ്റെ പുറമെ വേറെ അടക്കേണ്ടതാണ്. അതാണ് നമ്മൾ QHLSകളായിക്കൊണ്ട് നടക്കേണ്ടത്. അതാണ് ഖുർആൻ ക്ലാസ്സുകളായിക്കൊണ്ട് നടക്കുന്നത്. അതാണ് 500കളുടെ പേരിൽ പീസ് റേഡിയോയിലുള്ളത്. വസന്തത്തിൻ്റെ പേരിൽ പീസ് റേഡിയോയിലുള്ളത് അതാണ്. ഖുർആൻ ക്ലാസ്സിൽ ഒപ്പം കൊണ്ടുപോകാൻ ആളില്ലേനി, പോകാൻ ആളില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ടെക്സ്റ്റൈൽസൊക്കെ ഒപ്പം പോകാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ തുണി എടുക്കാൻ നിന്നിട്ടില്ല. പെരുന്നാക്കൊക്കെയുള്ള ഡ്രസ്സ് എടുക്കാൻ നിന്നിട്ടില്ല. ആലോചിച്ച് നോക്കണം. ക്ലാസ്സിൽ വരണമെന്ന് പറയുമ്പോൾ ഒപ്പം പോരാൻ ആളില്ല, അപ്പം മെഹ്റം വേണം. എന്നാലോ ഇഖ്തിലാത്ത് അങ്ങേയറ്റുള്ള ടെക്സ്റ്റൈൽസിക്ക് പോകാൻ ഒരു മെഹ്റമിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഹ്റം എന്നുള്ളത് ജീവിതത്തിലെ എല്ലാ യാത്രയിലും പെണ്ണുങ്ങൾക്ക് പറഞ്ഞതാണ്. അത് ഖുർആൻ ക്ലാസ്സിന് മാത്രമല്ല, ടെക്സ്റ്റൈൽസിക്ക് നമുക്ക് പോകാൻ മെഹ്റം വേണ്ടേ, എന്നാൽ ഖുർആൻ ക്ലാസ്സിന് പോകാനും ആവശ്യമില്ല. ഞാനൊന്നും വേണ്ട. പീസ് റേഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയവസന്തം എന്നുള്ള പേരിൽ ഖുർആൻ ക്ലാസ്സുകളാണ് നടക്കേണ്ടത്. നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവണം. ആഴമുള്ള പഠനമാണോ ആഗ്രഹിക്കുന്നത്? അന്നൂർ എന്ന പേരിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള ഹഫിളഹുള്ളയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളെ വിരൽ തുമ്പത്തുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയമുള്ളൂ. നമ്മുടെ യൂണിറ്റുകളിൽ നടക്കുന്ന UHLSകൾ എത്ര കണ്ട് സജീവമാണ്. നമ്മൾ പോലുണ്ട്, നമ്മളെ കുട്ടികൾ വരലുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് മാത്രം സ്വർഗത്ത് പോയാൽ മതിയോ? നമ്മളെ മക്കൾക്കും വേണ്ട സ്വർഗത്ത് പോവുക. ഓനക്ക് സ്കൂളുണ്ട്, പഠിക്കാനുണ്ട്. ആ സ്കൂളിൽ പരീക്ഷ ചെയ്തു എന്തത്ര ഉറപ്പ്? ആരാ തന്നത്? മലക്കൽ മൗത്തറ്റ വന്ന് നമുക്ക് നമ്മളെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മുൻകൂട്ടി തന്നുകണ. അവിടെ ഖബറിലൊരു പരീക്ഷ ഉണ്ട്. ആ പരീക്ഷ ഉറപ്പാണ്, 100% ഉറപ്പ്. ഇന്ന് ഞാൻ ഇവിടെ കുഴഞ്ഞു വീട് മരിച്ചാൽ എനിക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാതെ പോകാൻ പറ്റില്ല. ആ പരീക്ഷയിലൊരു ചോദ്യമുണ്ട്, വമാ ഇൽമുക്ക, എന്തെൻ്റെ കയ്യിലുള്ള അറിവ് എന്നാണ്. എന്താണ് നിൻ്റെ കയ്യിലുള്ള അറിവ്? അപ്പോൾ ഞാൻ ഇന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇന്ന കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന ഡെസിഗ്നേഷനുകളൊക്കെ എനിക്കുണ്ട്, ഞാൻ ഇന്ന സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം ഇതൊക്കെയാണ് എന്നല്ല. മലക്കൽ മൗത്തിൻ്റെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മുൻകറും നക്കീറും വരുന്ന സമയത്തുള്ള ചോദ്യത്തിലുള്ളത് അതല്ല. വമാ ഇൽമുക എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസിയാണ് ഈ പറയും, ഖറഅതു കിതാബല്ലാഹി വ ആമൻതു ബിഹി വസദ്ദഖ്തു. ഇത് പറയാൻ എനിക്കിപ്പോൾ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് പറയാം നമ്മൾ അഹ്ലുൽ ഖുർആനാണോ അല്ലേ എന്നുള്ളത്. ഖറഅതു കിതാബല്ലാഹ്, അള്ളാൻ്റെ കിതാബ്, തലൗത്തു എന്നും കൂടി എല്ലാവരും പ്രയോഗിച്ചു. ഖറഅ എന്ന് പറഞ്ഞു. ഖറഅ എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം വായിച്ചു എന്ന് എപ്പോഴാണ് പറയുക? ആ വായിച്ചത് മനസ്സിലാകണം, അപ്പോഴേ വായിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഖറഅതു കിതാബല്ലാഹ്, അള്ളാൻ്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്. വ ആമൻതു ബിഹി, ആ കിതാബിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടാണെങ്കിൽ അത് എന്ത് എന്നറിയണ്ടേ? ഞാനൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയണമെങ്കിൽ ആ കാര്യം അറിയാതെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? വസദ്ദഖ്തു, ഞാനത് സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളിലുള്ള കാര്യം എന്ത് എന്നറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണത് സത്യപ്പെടുത്തി എന്ന് പറയാൻ കഴിയാന്ന്? ചോദ്യം എന്താണ് നിന്റെ കയ്യിലുള്ള അറിവ് എന്നാണ്. അതിനുള്ള ഉത്തരം ഇതാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞാണ്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് കാണാം. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിന്നും സുദീർഘമായ ഹദീസിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആ പറഞ്ഞത്. അതിന് ഉത്തരം ഇപ്പം എനിക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഇന്ന് മരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുമോ? ഇതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പറയാൻ കഴിയും എന്നതാണ് ഉത്തരമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഞാൻ നിങ്ങളും അഹ്ലുൽ ഖുർആനിൽ പെട്ടതാണ് എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ബേജാറാണ് കാര്യം. ഖബറിൽ ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ് എന്നാണ്.
ആരാണ് നിന്റെ റബ്ബി എന്ന ചോദ്യത്തിന് ഉത്തരം റബ്ബി അല്ലാ എന്ന് പറയുമ്പോൾ അവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ചോദ്യമുണ്ട്, കൈഫ അറഫ്ത, നീ എങ്ങനെയാണ് ആ ഉത്തരം പറഞ്ഞത്, നീ എങ്ങനെയാണത് മനസ്സിലാക്കിയത് എന്നാണ്. അതിന് വിശ്വാസിയുടെ മറുപടിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖറഅതു കിതാബല്ലാഹി വദറൈതു, അള്ളാഹിന്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്, അങ്ങനെ അതിൽ നിന്ന് ഞാൻ അത് പഠിച്ചെടുത്തു എന്നാ പറയാന്ന. മുനാഫിക്കിന്റെ മറുപടി പഠിപ്പിച്ചു. എന്താണെന്നറിയോ? സമീഅത്തുന്നാസ യഖൂലൂന കദാ വകദാ ഫഖുൽതുഹു, ജനങ്ങളത് അപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു, എൻ്റെ റബ്ബ് അള്ളയാണെന്ന്. അപ്പം ഞാനോട് കൂടി പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് എനിക്ക് അല്ല റബ്ബാണെന്നുള്ളതിന് വേറെ വിവരമൊന്നുമില്ല എന്നാണ് മുനാഫിക്കിൻ്റെ മറുപടിയാണ്. ആലോചിച്ച് നോക്കുക, ഇന്ന് ഈ ദുനിയാവിന്ന് മടങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടായാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അഹ്ലുൽ ഖുർആനായിക്കൊണ്ട് ഖറഅതു കിതാബല്ലാഹി വദറൈതു എന്നും, എന്നാണ് നിന്റെ പക്കലുള്ള അറിവെന്ന് ചോദിക്കുമ്പോൾ ഖറഅതു കിതാബല്ലാഹി വ ആമൻതു ബിഹി വസദ്ദഖ്തു എന്നും പറയാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് മനപ്പാഠം പഠിച്ചു പോയി പറയുന്ന ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അല്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നേരിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ എന്ന് കേട്ട ഭയങ്കരമായിട്ട് കരഞ്ഞിരുന്നത്. ബർസഖിലെ ഒന്നാമത്തെ വീടാണ് ഖബർ. ആ ബർസഖിലെ ഒന്നാമത്തെ വീട്ടിൽ പരാജയപ്പെട്ടാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മൊത്തം പരാജയമാണ്, പിന്നെ വിജയമില്ല. അവിടുത്തെ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാനാണ് QHLS പോകണമെന്ന് പറഞ്ഞത്. ആ പരീക്ഷ നടക്കും 100% ഞാൻ ഉറപ്പുതരാം. കാരണം ഇന്ത്യയിലുള്ള ഉറപ്പ് അല്ലാഹുവിന്റെ റസൂൽ തന്ന ഉറപ്പാണ്. പക്ഷേ നമ്മൾ കോച്ചിങ് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞേക്കാണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് കോച്ചിങ്ങിന് വേണ്ടി പറഞ്ഞേക്കുണ്ട്. ആ പരീക്ഷ നടക്കുന്ന ഒരു ഉറപ്പുമില്ല. ഒരാൾക്കും അങ്ങനത്തെ ഉറപ്പ് തരാൻ പറ്റൂല. പരീക്ഷൻ്റെ തലേന്ന് കുഴഞ്ഞു വീണ് മരിച്ചാൽ കഴിഞ്ഞ് കഥ. ഒന്നും വേണ്ട, ഒരു പനി എന്നാൽ തീർന്നില്ലേ കഥ. കയ്യൊന്ന് നന്നായി വയർത്താൽ പേന പിടിക്കാൻ കഴിയാതെ പോയാൽ കഴിഞ്ഞില്ല കഥ. അത്രയല്ലേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ അഹ്ലുൽ ഖുർആനാണെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കണ്ട് ആ ഖുർആനിൻ്റെ രണ്ടാമത്തെ പാരായണമായ തിലാവത്തുൽ മഅനവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു പാരായണമുണ്ട്, തിലാവത്തുൽ ഹുക്മി എന്നാണ് ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞത്. ആദ്യം പദപാരായണം നടത്തി ആഴ്ചയിൽ ഒരു ഖത്തം തീർത്ത് അത് കഴിഞ്ഞ് ഖുർആൻ പഠിക്കാൻ കുത്തർന്ന് ആ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താന്ന്. ആ പാരായണത്തെക്കുറിച്ചാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ 10 ആയത്ത് പഠിച്ച് ജീവിതത്തിൽ പകർത്തിയിട്ടാണ് പിന്നെ അടുത്ത 10 ആയത്ത് പഠിച്ചത്. 10 ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളത് എന്തൊക്കെയുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചെത്തിക്കളയാനുള്ളത് എന്തൊക്കെയുണ്ട് തീരുമാനമാകണം. എന്നിട്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അടുത്തത് ഈ റമദാനിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഷഅബാനിലില്ലാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഏത് സുന്നത്താണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്? ആ വന്ന സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ തയ്യാറാണോ? അപ്പോൾ എല്ലാവരും ജീവിതത്തിലുള്ളൊരു സുന്നത്തേക്കാലം ഖിയാമുൽ ലൈൽ എന്നുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് കാണാം, ഒരാൾ അള്ളാഹിൻ്റെ ഔലിയാകണി 40 റക്കാത്ത് നിസ്കരിച്ചാൽ മതി എന്നാണ്. ഒരു ദിവസം 40 റക്കാത്ത് നിസ്കരിക്കുക. വളരെ എളുപ്പമാണ് 40 റക്കാത്ത് എന്നുള്ളത്. 40 എന്ന് പറയുമ്പോൾ വലിയ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. 40 റക്കാത്ത് നിസ്കരിക്കാൻ വളരെ എളുപ്പമാണ്. 17 റക്കാത്ത് ഫർള് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ഇനി ഫർളിൻ്റെ അനുബന്ധമായിക്കൊണ്ട് റവാത്തിബ് നിസ്കാരം 12 റക്കാത്ത് നിസ്കരിക്കുന്നുണ്ട്. 29 അപ്പം തന്നെയായി. ഖിയാമുൽ ലൈൽ ഒരു 11 റക്കാത്തും 40 റക്കാത്തായി. റമദാനിൽ നമുക്കൊരു ആവേശം കിട്ടുന്നുണ്ടല്ലോ, ഈമാനികമായിട്ട് നമുക്കൊരു വെളിച്ചം കിട്ടുന്നുണ്ടല്ലോ, നമുക്കൊരു ആസ്വാദനം കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ 40 റക്കാത്ത് ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ഇത് ഇവിടുന്ന് അങ്ങനെ പിടിച്ചിട്ട് അത് 40 എന്നുള്ളത് മിനിമം. മാക്കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 എന്നൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. എന്നാണ് നബി ഇതൊക്കെ ഒന്നും നിസ്കരിച്ചിൻ്റെ ആണ്. അതിന് പുറമെ ലഹയുണ്ട്, ലുഹ നിസ്കാരം ഉണ്ട്. അതിന് പുറമെ പള്ളിക്ക് കയറുമ്പോൾ തയ്യത്ത് നിസ്കാരം ഉണ്ട്, ഒതുണ്ടാക്കുമ്പോൾ അതിൻ്റെ സുന്നത്തുണ്ട്. എല്ലാ ബൈനൽ അദാനയും 2 റക്കാത്ത് സുന്നത്ത് വേറെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിൽക്കണേ പിന്നെ അവനക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവൻ അഹ്ലുൽ ഖുർആനായി മാറും.
അപ്പോൾ നമ്മൾ ഖുർആനിൽ ഇങ്ങനെ പഠിക്കണം ഓരോന്ന്. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, സൂറത്തുൻ നൂർ അമാനി മൗലവിൻ്റെ തഫ്സീർ വെച്ചാണ്ട് വായിച്ച് എത്ര ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്? ആരും കയ്യൊന്തിച്ചാൻ വേണ്ടിയല്ല, നിങ്ങളോട് ചോദിക്കാനാണ്. നിങ്ങളിട്ട തുണിയും കുപ്പായി ഇസ്ലാമികമാണോ എന്ന് അറിയാൻ ആദ്യം ചെയ്യേണ്ട പണി ഇന്ന് പോവുക, അമാനി മൗലവിൻ്റെ തഫ്സീർ എടുക്കുക, സൂറത്തുൻ നൂർ ഒന്ന് വായിച്ചു ചോദിക്കാളി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ പറ്റും, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൻ നൂർ ഓതുക എന്നുള്ള സുന്നത്താണെന്നാണ്. ആ ഓത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഓത്താണ്. ആ രണ്ടാമത്തെ ഓത്ത് ഓതി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓത്ത് നിർബന്ധമായി. അതേതാ? തിലാവത്തുൽ ഹുക്മി, ജീവിതത്തിൽ കൊണ്ടുവരേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്ന് വിട്ടു നിൽക്കണം പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല എന്നാണ് പറഞ്ഞത്. മൊത്തത്തിൽ നമ്മുടെ ഭൗതിക ജീവിതമാകട്ടെ, നമ്മുടെ ബന്ധങ്ങളാകട്ടെ, കൂട്ടുകെട്ടുകളാകട്ടെ ഒക്കെ ഖുർആനുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അഹ്ലുൽ ഖുർആൻ ആവുള്ളൂ. ഇല്ലെങ്കിൽ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സുദീർഘമായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു രാത്രി ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും കൂടി വിളിച്ചുകൊണ്ടുപോയി. ബർസഖിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള അവർ ചെയ്ത തിന്മകളുടെ ഫലമായി കൊണ്ട് സംവിധാനിച്ചിട്ടുള്ള ശിക്ഷ കാണിച്ചു കൊടുക്കാൻ കൊണ്ടതാണ്. റസൂലുള്ളാഹി പറയാ, ഫന്തലഖിന ഹത്താ ഇദാ അതയാ അലാ റജുലിൻ മുസ്തൽഖിൻ ബികഫാഹു. അങ്ങനെ ഞങ്ങൾ ഒരാളുടെ അടുത്തെത്തി. അയാളുടെ പ്രത്യേകത എന്താ? അയാൾ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. വൽ ആഖിറു ഖായിമുൻ, മറ്റൊരാളവിടെ നിൽക്കുന്നുണ്ട്. അയാളുടെ പ്രത്യേകത എന്താ? അയാളുടെ കയ്യിൽ വലിയൊരു പാറ ഉണ്ട് എന്നാണ്. ആ പാറക്കല്ല് ഈ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫയസ്ല ഉറഅസഹു, അവന്റെ തല ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു എന്നാണ്. അവന്റെ തല ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പാറക്കല്ല് അങ്ങനെ ഉരുണ്ടുപോകും. അപ്പോൾ ഇയാൾ വീണ്ടും പോകും, ആ പാറക്കല്ലെടുക്കും, വീണ്ടും വരുമ്പോഴേക്കും ഇയാളുടെ തല പഴയ ഭാര്യയായിട്ടുണ്ട്, വീണ്ടും അതിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ് മാ ഹാദാൻ, നബി പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ് മാ ഹാദാൻ, ആരാണ് ഈ രണ്ടാൾ? എന്താണ് ഇവിടുത്തെ ഇവരെ പ്രശ്നം എന്താണ്? അപ്പം എന്നോട് അവർ പറഞ്ഞു, ഫഖാല ലി ഇൻതലിഖ്. അവർ രണ്ടുപേരിനോട് പറഞ്ഞു, മുഹമ്മദ് നബി ഇനിയും കാണാണ്ട്, മുന്നോട്ട് നടക്കി എന്നാണ്. പിന്നെ അതിനെക്കാട്ടിയും വലുതാ പിന്നെ കണ്ടത്. അത് കഴിഞ്ഞ് അതിനെക്കാട്ടിയും വലുതാ കണ്ടത്. ഇങ്ങനെ എല്ലാം കണ്ട് അന്ന് രാത്രി കുറേ കാര്യങ്ങളൊക്കെ കണ്ട് അവസാനം പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഒന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, നിങ്ങൾ ചെന്നപ്പോൾ തലയ്ക്ക് ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞ് തല ഇങ്ങനെ ഛിന്ന ഭിന്നമായി തെറിച്ചു പോയിക്കൊണ്ടിരുന്ന മനുഷ്യൻ, അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. പക്ഷേ ഫയർഫുലഹു, ആ ഖുർആനിനെ അവൻ നിരാകരിച്ചവനായിരുന്നു എന്നാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് അതെന്നാണ് നബിനോട് പറഞ്ഞെടുത്തത്. വിശുദ്ധ ഖുർആൻ കിട്ടിയിട്ട് നിരാകരിച്ചവൻ, റഫ്ദുൽ ഖുർആൻ, ഖുർആന്റെ നിരാകരണം, ഹജ്റുൽ ഖുർആൻ, ഖുർആന്റെ നിരാകരണം. മഹാനായ ഇബ്നു ഖയ്യിമുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം 70ഓളം നിരാകരണങ്ങൾ ഇങ്ങനെ എണ്ണേണ്ടത് കാണാൻ പറ്റും. 70ഓളം. അതിൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിക്കാത്തത് പോലും ഹജ്റിലാണ് എണ്ണിയിട്ടുള്ളത്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ് ഒന്ന് കൈക്കൽ ഊതിയിട്ട് ആ ശരീരത്തിൽ ആ വേദനയുള്ള ഭാഗത്തൊന്ന് തടവിയാൽ അതിൽ ശിഫയുണ്ട്, സംശയമില്ല. അതിൻ്റെ അർത്ഥം ഡോക്ടറെ അടുത്ത് പോകണ്ട, മരുന്ന് കുടിക്കണ്ടെന്നൊന്നല്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു തലവേദന വരുമ്പോൾ കയ്യൊന്ന് വെച്ച് അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഉൻ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുആദിറു സഖമൻ വഅലമ എന്നൊന്നും പറയാൻ ഇതുവരെ നേരം കിട്ടിയിട്ടില്ല. എടി ആ വിക്സ് എടുത്തോണ്ടിരുന്ന് തേക്കട്ടെ എന്നാണ് പറയേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്താ അഹ്ലുൽ ഖുർആനാ? എന്ത് സുന്നികളാണ് നമ്മൾ, എന്ത് സുന്നത്തെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതൊക്കെ പറയും വേണം, ചെയ്യും വേണം, അതിൻ്റെ ഒപ്പം എന്താക്കും വേണം. ഈ പറഞ്ഞ മാതിരി ആ വിക്സ് ഒന്ന് കൊണ്ടുവരും, ഞാൻ തേച്ചോക്കട്ടെ എന്ന് പറയണം. ഡോക്ടറെ അടുത്തേക്ക് പോകണം, മരുന്ന് വാങ്ങണം, കുടിക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ നടക്കും വേണം. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് അഹ്ലുൽ ഖുർആനാണെന്ന് പറയാം.
അപ്പോൾ ജീവിതത്തിൽ രാവിലെ എണീറ്റത് മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഖുർആൻ്റെ ആൾക്കാരാണ്, രാത്രി ഉറങ്ങുമ്പോഴും ഖുർആൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് രാത്രി ഉറങ്ങുന്ന നേരത്തെ അവസാനം ഒരു മനുഷ്യൻ ഓതേണ്ട സൂറത്തുകളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഏറ്റവും അവസാനത്തെ വാക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വല അൻതും ആബിദൂന മാ അഅ്ബുദു വല അന ആബിദു മാ അബത്തും വല അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അവളോട് ഓതാൻ പറഞ്ഞാണ്. അതായത് എന്താണ്? സത്യനിഷേധികളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, ഒന്നുമില്ല. പ്രഖ്യാപിക്കണം, ഉറങ്ങാൻ നേരത്തും പ്രഖ്യാപിക്കുക തന്നെയാണ്. അള്ളാഹ് പറഞ്ഞതിനോട് ബന്ധമുള്ളത്. നിങ്ങളെ പണിയെടുത്ത് പോയിക്കോളി, ഞാൻ എൻ്റെ പണിയെടുത്ത് പോയിക്കോളാം എന്ന് പറയാനാ പറഞ്ഞത്. നമ്മളെ പണി എന്ന് പറഞ്ഞാൽ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള അമലാണ്. അതുകൊണ്ട് തന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഞാൻ അർത്ഥം പറയേണ്ടതില്ല, നമുക്കെല്ലാവർക്കും അറിയണതാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു അല്ലേ? ഒന്നിരിക്കൽ നമ്മൾ മുഅല്ലിമുൽ ഖുർആൻ ആകണം, അല്ലെങ്കിൽ നമ്മൾ ത്വാലിബുൽ ഖുർആൻ ആകണം. ഒന്നിരിക്കൽ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനാകണം, അല്ലെങ്കിൽ ഖുർആനിൻ്റെ പഠിതാവായിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ഓരോ ദിവസവും അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ച് ജീവിതത്തിലേക്ക് പകർത്തുകയും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ട പണിയെടുക്കുകയും ചെയ്യണം. അഹ്ലുൽ ഖുർആന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പഠിച്ചത് ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും ഒരായത്ത് അത് നിങ്ങൾ എന്താക്കുക, എന്നെ തൊട്ട് എത്തിക്കുക എന്ന് പറഞ്ഞ റസൂലിൻ്റെ വാക്കുകൾ ഏറ്റെടുത്ത് അത് കൃത്യമായി സമൂഹത്തിൻ്റെ ഇടയിൽ പ്രബോധനം ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം, അതോടൊപ്പം തന്നെ അത് പ്രവർത്തന പദത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ പ്രബോധന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും വേണം. അതും കഴിഞ്ഞാൽ രംഗത്ത് ഇതിനൊക്കെ നല്ല ക്ഷമിക്കേണ്ടി വരും. കാരണം ഇതൊരു ഇബാദത്താണ്, അതിന് ക്ഷമിക്കും വേണ്ടി വരും. എങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.